ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മൈ ദീപക് മല്ലു വ്ളോഗർ. അപ്പോൾ ഞാനൊരു പുതിയൊരു വീഡിയോ വ്ളോഗുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു ആഴ്ചയിലെ OTT റിലീസ് അപ്ഡേറ്റുകളും അതുപോലെ തന്നെ അപ്കമിംഗ് ആയിട്ട് റിലീസ് ചെയ്യാൻ പോകുന്ന OTT റിലീസ് അപ്ഡേറ്റുകളെ കുറിച്ചുള്ള ഒരു വീഡിയോ വ്ളോഗാണ്. അപ്പോൾ നമുക്ക് സമയം വേസ്റ്റാക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ഒരു ചെറിയൊരു ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനോട് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ ഇടുന്ന OTT റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് സമയം വേസ്റ്റാക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, ഫസ്റ്റ് ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. എമ്പുരാൻ എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ലൂസിഫർ ഫ്രാഞ്ചൈസിയിലെ സെക്കൻഡ് പാർട്ടായിട്ടുള്ള ഒരു ചിത്രമായിരുന്നു എമ്പുരാൻ എന്ന് പറയുന്നത്. നമ്മുടെ ലാലേട്ടൻ, അതുപോലെ തന്നെ പൃഥ്വിരാജ്, ഇന്ദ്രജിത്ത്, അതുപോലെ തന്നെ ടോവിനോ തോമസ് എന്നിവർ, മഞ്ജു വാര്യർ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ആക്ഷൻ ഫുള്ളി പാക്ഡ് ആയിട്ടുള്ള ഒരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് അടിച്ചിട്ടുള്ള ചിത്രമായിരുന്നു എമ്പുരാൻ എന്ന് പറയുന്നത്. മാർച്ച് മാസം റിലീസ് ചെയ്ത് തിയേറ്ററിൽ വൺ ഹിറ്റ് അടിച്ചിട്ടുള്ള എന്താ പറയുക ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് ഏകദേശം 300 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയിട്ടുള്ള ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ള നമ്മുടെ ജിയോ ഹോട്ട്സ്റ്റാർ. ചിത്രം ഈ വരുന്ന ഏപ്രിൽ മാസം 24-ാം തീയതി നമ്മുടെ ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ചിത്രം മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷയിലെ പാൻ ഇന്ത്യ ഭാഷയിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTTസിന് വേണ്ടി. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. വീര ധീര സൂരൻ എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ചിയാൻ വിക്രം, SJ സൂര്യ, അതുപോലെ തന്നെ സുരാജ് വെഞ്ഞാറമൂട് എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ആക്ഷൻ ത്രില്ലർ കാറ്റഗറിയിലൂടെ തന്ന ഒരു ചിത്രമായിരുന്നു വീര ധീര സൂര പാർട്ട് 2 എന്ന് പറയുന്ന ചിത്രം. ഈ ചിത്രം ഈ വരുന്ന ഏപ്രിൽ മാസം 24-ാം തീയതി ആമസോൺ പ്രൈമിലൂടെ പാൻ ഇന്ത്യ ഭാഷയിൽ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷയിലൂടെ പാൻ ഇന്ത്യ ഭാഷയിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTTസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. കള്ളം എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ആദിൽ ഇബ്രാഹിം, അതുപോലെ തന്നെ ഷൈൻ സിദ്ദിഖ്, നന്ദന രാജൻ, അതുപോലെ തന്നെ നമ്മുടെ ജിയോ ബേബി എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ഫാമിലി ഡ്രാമ വിധത്തിലെടുത്താകുന്ന ഒരു ചിത്രമാണ് കള്ളം എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയ സിംപ്ലി സൗത്തും അതുപോലെ തന്നെ മനോരമാക്സ് ആണ്. ചിത്രം ഈ വരുന്ന ഏപ്രിൽ മാസം 25-ാം തീയതി സിംപ്ലി സൗത്തിലൂടെയും മനോരമാക്സിലൂടെയും ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTTസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. കുമ്മാട്ടിക്കളി എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ മാധവ് സുരേഷ് ഗോപി, അതുപോലെ തന്നെ അസിത് നെടുമങ്ങാട്, ലെന കുമാർ, അതുപോലെ തന്നെ ദേവിക സതീഷ് എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ഡ്രാമ ക്രൈം ത്രില്ലർ കാറ്റഗറിയിലൂടെ തന്നൊരു ചിത്രമാണ് കുമ്മാട്ടിക്കളി എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത് നമ്മുടെ മനോരമാക്സ് ആണ്. ചിത്രം ഈ വരുന്ന ഏപ്രിൽ മാസം 25-ാം തീയതി മനോരമാക്സിലൂടെ ചിത്രം ഈ മലയാളം മൂവി സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTTസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ED എക്സ്ട്രാ ഡീസൻറ്റ് എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ സുരാജ് വെഞ്ഞാറമൂട്, അതുപോലെ തന്നെ സുധീർ കരമന, ശ്യാം മോഹൻ, ഗ്രേസ് ആൻ്റണി, വിനീത് തട്ടിൽ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ച് ഡിസംബർ മാസം റിലീസ് ചെയ്തിട്ടുള്ള ഒരു കോമഡി ഡ്രാമ പദത്തിലെടുത്താകുന്ന ചിത്രമായിരുന്നു ED എക്സ്ട്രാ ഡീസൻറ്റ് എന്ന് പറയുന്ന ചിത്രം. ഈ ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ള നമ്മുടെ മനോരമാക്സ്, സിംപ്ലി സൗത്ത്, അതുപോലെ തന്നെ നമ്മുടെ സൈനാപ്ലയാണ്. ചിത്രം ഈ വരുന്ന ഏപ്രിൽ മാസം 26-ാം തീയതി മനോരമാക്സിലൂടെയും സിംപ്ലി സൗത്തിലൂടെയും സൈനാപ്ലയിലൂടെയും ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTTസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. നിറം മാറും ഉലകം എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ഭാരതി രാജ, നാട്ടി സുബ്രഹ്മണ്യം, അതുപോലെ ശാന്തി മാസ്റ്റർ, റിയോ രാജ്, രോഗി ബാബു എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ഫാമിലി ഡ്രാമ വിധത്തിലെടുത്താകുന്ന ചിത്രമാണ് നിറം മാറും ഉലകം എന്ന് പറയുന്ന ചിത്രം. കഴിഞ്ഞ മാസം റിലീസ് ചെയ്ത് തിയേറ്ററിൽ വലിയൊരു അനക്കം സൃഷ്ടിക്കാതെ പോയിട്ടുള്ള ഈ ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കിയുള്ള ടെൻഡാക്കോട്ടയാണ്. ചിത്രം ഈ വരുന്ന ഏപ്രിൽ മാസം 25-ാം തീയതി ടെൻഡാക്കോട്ടയിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ചിത്രത്തിൻ്റെ OTTസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് മറ്റൊരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. തരുണം എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ കിഷൻ ദാസ്, അതുപോലെ തന്നെ സ്മൃതി വെങ്കിട്ട്, അതുപോലെ തന്നെ ബാലചരവണം എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു റൊമാൻറ്റിക് ത്രില്ലർ കാറ്റഗറിയിൽ എടുത്താകുന്ന ചിത്രമാണ് തരുണം എന്ന് പറയുന്നത്. ഈ ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയുള്ളത് ഇപ്പോൾ സിംപ്ലി സൗത്താണ്. ചിത്രം ഈ വരുന്ന ഏപ്രിൽ മാസം 25-ാം തീയതി സിംപ്ലി സൗത്തിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTTസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഗുഡ് ബാഡ് ആംഗ്ലി എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ്. നമ്മുടെ തല അജിത് കുമാർ, അതുപോലെ തന്നെ പ്രിയ വാര്യർ, തൃഷ, അർജുൻ ദാസ്, അതുപോലെ തന്നെ സുനിൽ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു മാസ് ആക്ഷൻ തല വിളയാട്ടായിട്ടുള്ള ഒരു ചിത്രമായിരുന്നു ഗുഡ് ബാഡ് ആംഗ്ലി എന്ന് പറയുന്നത്. ഏപ്രിൽ മാസം റിലീസ് ചെയ്ത് തിയേറ്ററിൽ ഏകദേശം 100 കോടിക്ക് മുകളിൽ കളക്ഷനൊക്കെ നേടിയിട്ടുള്ള ഒരു
തീപ്പൊരി ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് അടിച്ചിട്ടുള്ള ചിത്രമായിരുന്നു ഗുഡ് ബാഡ് ആംഗ്ലി എന്ന് പറയുന്നത്. ഈ ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമായിട്ടുള്ള നെറ്റ്ഫ്ലിക്സ് ആണ്. നാലാഴ്ചക്കുള്ളിൽ നെറ്റ്ഫ്ലിക്സിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്ന അപ്ഡേറ്റ് ആണ് പുറത്തു വന്നിട്ടുള്ളത്. പക്ഷേ ഈ ചിത്രം എനിക്ക് തോന്നുന്നു ഈ ആഴ്ചയിൽ ലീക്ക്ഡ് റിലീസായിട്ട് ഇൻഡസൻ എന്ന് പറഞ്ഞ OTT പ്ലാറ്റ്ഫോമിലൂടെ ലീക്ക്ഡ് റിലീസ് എത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു തെലുങ്ക് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. മാഡ് സ്ക്വയർ എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ നരേൻ നിതിൻ, അതുപോലെ തന്നെ സംഗീത് പ്രക്ഷോഭ്, അതുപോലെ തന്നെ നിതിൻ റാം എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു കോമഡി ഡ്രാമ വിധത്തിലെടുത്താകുന്ന ചിത്രമാണ് മാഡ് സ്ക്വയർ എന്ന് പറയുന്നത്. തിയേറ്ററിൽ വലിയൊരു വിജയം നേടിയെടുത്തിട്ടുള്ള ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമായിട്ടുള്ള നെറ്റ്ഫ്ലിക്സ് ആണ്. ചിത്രം ഈ വരുന്ന ഏപ്രിൽ മാസം 25 പാൻ ഇന്ത്യ ഭാഷയിലൂടെ മലയാളം ഉൾപ്പെടെയുള്ള മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷയിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു തെലുങ്ക് ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു ഹിന്ദി മൂവിയുടെ ഒരു അപ്ഡേറ്റ് ആണ്. സൂപ്പർ ബോയ്സ് മാൽഗാവ് എന്ന് പറയുന്ന ഒരു കോമഡി ഡ്രാമ വിധത്തിലെടുത്താകുന്ന ചിത്രത്തെ കുറിച്ചൊരു അപ്ഡേറ്റ് ആണ്. നമ്മുടെ ആദർശ് ഗൗരവ്, അതുപോലെ തന്നെ വിനീത് കുമാർ സിംഗ്, പിന്നെ അതുപോലെ തന്നെ ശശാങ്ക് അറോറ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ഏജ് കോമഡി ഡ്രാമ വിധത്തിലെടുത്താകുന്ന ചിത്രമാണ് സൂപ്പർ ബോയ്സ് ഓഫ് മാൽഗാവ് എന്ന് പറയുന്നത്. ഫെബ്രുവരി റിലീസ് ചെയ്ത് തിയേറ്ററിൽ കുഴപ്പമില്ലാത്ത വിജയം നേടിയെടുത്തിട്ടുള്ള ഇത് ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമായിട്ടുള്ള ആമസോൺ പ്രൈമാണ്. ചിത്രം ഈ വരുന്ന ഏപ്രിൽ മാസം 25 ഹിന്ദി ഭാഷയിലൂടെ ആമസോൺ പ്രൈമിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു ഹിന്ദി മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ജുവൽ തീഫ് ദ ഹയസ്റ്റ് ബിഗിനിങ് എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ സെയ്ഫ് അലി ഖാൻ, ജയദീപ്, അതുപോലെ തന്നെ നികിത ദുട്ട എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു മിസ്റ്ററി ഹൈസ്റ്റ് ത്രില്ലർ കാറ്റഗറിയിൽ എടുത്താകുന്ന ചിത്രമാണ് ജുവൽ തീഫ് ദ ഹയസ്റ്റ് ബിഗിനിങ് എന്ന് പറയുന്ന ചിത്രം. ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമായിട്ടുള്ള നെറ്റ്ഫ്ലിക്സ് ആണ്. ഡയറക്റ്റ് OTT റിലീസിന് എത്താണ് ഈ വരുന്ന ഏപ്രിൽ മാസം 25 ഡയറക്റ്റ് OTT റിലീസിന് എത്താണ്. ചിത്രം ഹിന്ദി, തമിഴ്, തെലുങ്ക് എന്നീ ഭാഷയിലൂടെയാണ് നെറ്റ്ഫ്ലിക്സിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന കുറച്ച് അപ്കമിംഗ് റിലീസായിട്ട് എത്താവുന്ന ചിത്രങ്ങളെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. അതിൽ ഫസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് ബ്രോമാൻസ് എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ അർജുൻ അശോകൻ, മാത്യു തോമസ്, സംഗീത് പ്രദീപ്, അതുപോലെ തന്നെ മഹിമ നമ്പ്യാർ, കലാഭൻ ഷാജോൺ, ശ്യാം മോഹൻ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു അഡ്വഞ്ചർ കോമഡി ഡ്രാമ വിധത്തിലെടുത്താകുന്ന ചിത്രമായിരുന്നു ബ്രോമാൻസ് എന്ന് പറയുന്നത്. ഫെബ്രുവരി മാസം തിയേറ്ററിലൈസ് ചെയ്ത് തിയേറ്ററിൽ വലിയൊരു അനക്കം സൃഷ്ടിക്കാതെ പോയിട്ടുള്ള ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയുള്ള സോണി ലീവാണ്. ഈ വരുന്ന മെയ് മാസം 1 സോണി ലീവിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടി. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഹണ്ട് എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ഭാവന കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചു ഒരു ഇടവേളയ്ക്ക് ശേഷം മലയാളത്തേക്ക് തിരിച്ചു വന്ന് കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ചിത്രമായിരുന്നു ഹണ്ട് എന്ന് പറയുന്നത്. ഒപ്പം തന്നെ അജ്മൽ അമീർ, അതുപോലെ തന്നെ ചന്തുനാഥ് എന്നിവർ കൂടി തകർത്ത് അഭിനയിച്ചിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ കാറ്റഗറിയിൽ എടുത്താവുന്ന ഒരു ചിത്രമായിരുന്നു ഹണ്ട് എന്ന് പറയുന്നത്. ഷാജി കൈലാസ് സംവിധാനിച്ചിട്ടുള്ള ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കിയുള്ള മനോരമാക്സ് ആണ്. ചിത്രം ഈ വരുന്ന മെയ് മാസം 1 അല്ലെങ്കിൽ മെയ് 2 മനോരമാക്സിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടി. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഗെറ്റ് സെറ്റ് ബേബി എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ഉണ്ണി മോഹൻ, അതുപോലെ തന്നെ ശ്യാം മോഹൻ, നിഖില വിമൽ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു കോമഡി ഡ്രാമ വിധത്തിലെടുത്താവുന്ന ചിത്രമാണ് ഗെറ്റ് സെറ്റ് ബേബി എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത് നമ്മുടെ മനോരമാക്സും അതുപോലെ തന്നെ ആമസോൺ പ്രൈമാണ്. ചിത്രം എന്ന് റിലീസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ മെയ് മാസം 8 മനോരമാക്സിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. മനോരമാക്സിലൂടെയും ആമസോൺ പ്രൈമിലൂടെയും ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടി. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് മറ്റൊരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഞാൻ കണ്ടതാ സാറേ എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ഇന്ദ്രജിത് സുകുമാരൻ, ബൈജു, അതുപോലെ തന്നെ അനൂപ് മേനോൻ, മറീന മൈക്കിൾ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു കോമഡി ഡ്രാമ വിധത്തിലെടുത്താകുന്ന ചിത്രമായിരുന്നു ഞാൻ കണ്ടതാ സാറേ എന്ന് പറയുന്നത്. ഈ ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ള മനോരമാക്സ് ആണ്. ചിത്രത്തിൽ കമ്മിങ് സൂൺ പോസ്റ്റർ പുറത്തിറങ്ങിയിട്ടുണ്ട്. റിലീസ് ഡേറ്റ് കാര്യങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.